ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ കാർലോ ആഞ്ചലോട്ടി മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ സ്ഥിരീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ അടിമുടി മാറ്റങ്ങളോട് കൂടിയുള്ള ഒരു 11 കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിട്ടുള്ളത്. നിരവധി മാറ്റങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്. 4-2-4 എന്നുള്ള ഒരു ഫോർമേഷനാണ് ഇന്ന് കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിട്ടുള്ളത്. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് ഗബ്രിയേൽ മഗല്ലസും ബ്രമറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഡാനിലോ, അലക്സാൻഡ്രോ എന്നിവരാണ് ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. മധ്യനിരയിൽ 2 താരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫാബിഞ്ഞോ, ബ്രൂണോ ഗുയിമറസ് എന്നിവരായിരുന്നു ആ 2 താരങ്ങൾ. കാസമിറോ, ലുക്കാസ് പക്കേറ്റ എന്നിവർ ഉണ്ടായിരുന്നില്ല. മുന്നേറ്റ നിരയിൽ 4 താരങ്ങളെയാണ് ഇന്ന് കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിട്ടുള്ളത്. അതായത് വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ, ലൂയിസ് ഹെൻറിക്കെ, റയാൻ എന്നിവരെ പരീക്ഷിച്ചു. പിന്നീട് റയാന് പകരം റാഫീഞ്ഞ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4-2-4 എന്നുള്ള ഒരു ഫോർമേഷനാണ് കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ ഒരു പോസിബിൾ ലൈനപ്പ് മാത്രമാണ്. വരും ദിവസങ്ങളിലുള്ള ട്രെയിനിങ് സെഷനുകളിൽ നിന്നും നിരവധി മാറ്റങ്ങൾ കാർലോ ആഞ്ചലോട്ടി വരുത്തിയേക്കും. ഏതായാലും ഇത് തന്നെയായിരിക്കും ഹെയ്ത്തിക്കെതിരെ ഇറങ്ങുക എന്നുള്ളത് പറയാൻ കഴിയില്ല. കൂടുതൽ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു 11 ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.